എത്ര സമയമായി ഇവിടെ എത്തിയിട്ട്? ഒരു അരമണിക്കൂറോളം. രാവിലെ തൊട്ടേ ഇവിടെ തിരക്കാണോ? അതെ, തിരക്കാം. എന്തൊക്കെയായിരുന്നു ഇത്തവണ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങൾ? എന്താ അങ്ങനെ പോകും. എല്ലാ തവണയും വോട്ട് ചെയ്യാറുണ്ട് അല്ലേ? എല്ലാ തവണയും ചെയ്യാം. ഇതുവരെ മിസ്സാക്കിയിട്ടില്ല. പുറത്തൊക്കെ ആണെങ്കിലോ? വോട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. കോയമ്പത്തൂർ എന്ത് ചെയ്യുന്ന? ഇവിടെ ഒരു വർക്ക് ചെയ്തു. അപ്പൊ കുറെ ദിവസം ലീവ് ഉണ്ടോ? ഇല്ല, ഇന്ന് തിരിച്ചു പോകും. എപ്പോഴാ വന്നേ? കാലത്ത് അവിടെ നിന്ന് ഇറങ്ങി ഒരു അരമണിക്കൂറായി. എപ്പോ പോകും? കുറച്ച് കഴിഞ്ഞാൽ പോകും. അതാണ് പാലക്കാട് മണ്ഡലത്തിന്റെ ഒരു പ്രത്യേകത. കോയമ്പത്തൂരിൽ നിന്ന് വന്നാണ്, രാവിലെ എത്തിയതേ ഉള്ളൂ, അരമണിക്കൂർ ആയതേ ഉള്ളൂ. എത്തിയിട്ട് വോട്ട് ചെയ്ത് ഉടനെ കോയമ്പത്തൂരേക്ക് തിരിച്ചു. അത്തരത്തിൽ വീറും വാശിയുമേറിയ ഒരു പോരാട്ടം പാലക്കാട് നടക്കുന്നത്. എന്താ അമ്മയുടെ പേരെന്താ? രാധാമണി. വീട് ഇവിടെ അടുത്താണോ? എങ്ങനെയുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ നമ്മുടെ ഷാഫി പറമ്പിൽ എങ്ങനെയായിരുന്നു? കുഴപ്പമില്ല. ഒരു മാറ്റം ഉണ്ടാവോ ഇത്തവണ? മാറ്റം ഉണ്ടാവണല്ലോ. ആഗ്രഹിക്കുന്നുണ്ട്. ആ രീതിയിലായിരിക്കും ഈ സ്ഥലങ്ങളിലെ വോട്ടൊക്കെ പൊളിയപ്പെടുക. അമ്മ എല്ലാ തവണയും വോട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ വോട്ട് ചെയ്യാറുണ്ട്. ഒറ്റക്കാണോ വന്നത്? വേറെ ആരെങ്കിലും ഉണ്ടോ കൂടെ? എല്ലാവരും ഉണ്ട്. ഞങ്ങൾ പരിസരത്ത് ഇപ്പൊ ഞങ്ങളെ ലാസ്റ്റ്. ഓക്കെ, എന്താ ചേച്ചി എന്ത് പറയുന്നത്? എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ് പോരാട്ടം? കുഴപ്പമില്ല, നല്ല പോരാട്ടം തന്നെയാണ്. ഞങ്ങളെല്ലാവരും വന്ന് വോട്ട് ചെയ്യാൻ രാവിലെ മുതൽ ഇവിടെ ക്യൂ ഉണ്ടായിരുന്നു. ഇപ്പൊ കുറച്ച് തിരക്ക് ഒഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും പഴയ പോലെ ക്യൂവിലാണ്. ഞാനിവിടുത്തെ മെമ്പറും കൂടിയാണ്. രമ, ബിജെപിയുടെ മെമ്പർ. 14. ഈ മണ്ഡപം നിൽക്കുന്ന വാർഡ് 14. പഞ്ചായത്തിൽ എത്ര മെമ്പർമാർ? 3 സീറ്റുണ്ട്. 3 സീറ്റുണ്ട്. കഴിഞ്ഞ തവണ പിടിച്ചാണോ നേരത്തെ തൊട്ടുണ്ടോ? കഴിഞ്ഞ തവണ 2 സീറ്റ് ഉണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞാൻ ഒരു സീറ്റും കൂടെ പിടിച്ചു 3 എണ്ണമായി. എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ പ്രവർത്തനങ്ങൾ ബിജെപിയുടെ? പ്രവർത്തനം പറഞ്ഞാൽ ഗംഭീരമായ പ്രവർത്തനമാണ്. പിന്നെ സന്ദീപ് വാര്യരും കൂടി പാർട്ടി മാറിയതോടെ കൂടുതൽ പ്രവർത്തകർക്ക് ശക്തിയായി, പ്രവർത്തിക്കാനുള്ള ശക്തി കൂടുതലായി. ഒരാൾ പാർട്ടി വിട്ടു പോയ സമയത്ത് ബാക്കിയുള്ളവർക്ക് കൂടുതൽ ഊർജ്ജം വന്നു. വിട്ടുപോയി പറഞ്ഞാൽ ഇത്രയും പേരും പ്രസക്തിയുള്ള ഒരാൾ ഈ പണി ചെയ്തപ്പോൾ നമ്മുടെ പ്രവർത്തകർക്കിടയിൽ നല്ല ചർച്ചാ വിഷയമാണല്ലോ. സാധാരണക്കാരനല്ലല്ലോ മാറിയിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് പ്രവർത്തിക്കാൻ നല്ലൊരു ഊർജ്ജമായി. ഞങ്ങൾ ഇത്ര ദിവസവും ഊണും ഉറക്കമില്ലാതെയാണ് പ്രവർത്തിച്ചിരിക്കുന്നത്. സന്ദീപ് വാര്യർ കുറച്ച് നേരത്തെ കൂടെ പോണായിരുന്നു. വിട്ടുനിന്ന ആൾക്കാർ പോലും കൂടുതൽ പ്രവർത്തനത്തിൽ വന്നു. അപ്പോൾ പാലക്കാട് പ്രാവശ്യം ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയാണ്. കഴിഞ്ഞ തവണ ഷാഫി പറമ്പിൽ 6000-ലധികം വോട്ടിന്റെ ലീഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ രണ്ടുപേരും അവരവരുടെ വോട്ട് ഉറപ്പിക്കാൻ വേണ്ടിയുള്ള നട്ടാട്ടമാണ്. അതുകൊണ്ട് വോട്ട് മറിക്കാനുള്ള ചാൻസ് ഇല്ല. അവരവരുടെ വോട്ട് അവർ കൃത്യമായി പിടിച്ച പാർട്ടി കൂറുമാറുമ്പോഴല്ലേ. പ്രായരി പഞ്ചായത്തിനാണല്ലോ കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ഷാഫിക്ക് പോയത്. ഇപ്രാവശ്യം അതിനുള്ള ചാൻസ് ഉണ്ടാവില്ല. എന്തൊക്കെ ഈ പഞ്ചായത്തിൻ്റെതായ വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇവിടെ എന്താണ് ഒരു പ്രത്യേകമായിട്ട് തെരഞ്ഞെടുപ്പിൽ മുന്നിൽ ഉയർന്നു നിന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്തൊക്കെയായിരുന്നു? വികസനങ്ങളൊന്നും ഇല്ല. രണ്ട് വഴിക്കാരും തമ്മിലുള്ള അടിയല്ലാതെ വികസനത്തിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. ഷാഫി പറമ്പിൽ എത്രയോ പ്രാവശ്യം ഞങ്ങൾ ഫണ്ടുകൾ പോയി ചോദിച്ചു. ഇരു പാർട്ടിക്കാരും കൂടി ഈ മണ്ഡപത്തിനെ മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയതായിരുന്നു. ഹരിതകർമ്മസേനയ്ക്ക് സ്വന്തമായ ഒരു MCF ഇല്ല. ഇവിടെ 21 വാർഡിലെയും കൂടി കൊണ്ടുവന്ന് വേസ്റ്റ് മുഴുവൻ ഇവിടെയായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. സാധാരണക്കാർക്ക് ഒരു മണ്ഡപം ഇതുവരെ വിട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല കല്യാണ ആവശ്യങ്ങൾക്കായിട്ട്. മുന്നണികളും കൂടി പ്രായരി പഞ്ചായത്തിനെ കുളം തോണ്ടുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്രാവശ്യം എല്ലാവരും ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം ഫലം പ്രതീക്ഷിക്കാം. കുറെ സമയം എത്തിയിട്ട് 10 മിനിറ്റായി. എന്തൊക്കെയാ ഇവിടെ നമ്മുടെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? അതൊക്കെ പരിഹരിക്കപ്പെടാനൊരു മാറ്റം ഉണ്ടാവും ഇത്തവണ? പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. എന്താ ചെയ്യുന്നേ? ഞാൻ ഹൗസ് വൈഫാണ്. വീട്ടില് ആരൊക്കെ ഉണ്ട്? ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. പിള്ളേരൊക്കെ വെളിയില. പിള്ളേരെ വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്താണോ, വിദേശത്താണോ? അതെ, അവന് ഫ്ലൈറ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരാൻ. അതുകൊണ്ടാണ്. ഇത്തവണ ഒരു മാറ്റം ഉണ്ടാവോ പാലക്കാട്? മാറ്റം വരണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെ ആഗ്രഹം. അത്തരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നിങ്ങളെ കാര്യമായി ബാധിക്കുന്നത്? ഇപ്പം നമുക്ക് കാര്യമായിട്ട് ബാധിക്കുന്നത് നമ്മുടെ റോഡ് കാര്യങ്ങളൊക്കെയാണ്.